എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജിടെക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിനെ പറ്റിയാണ്. ഇതിൽ നമുക്കൊരു ഡൗട്ടുള്ളത് ഒറിജിനൽ ജിടെക് തന്നെയാണോ എന്നാണ്. ഇത് നമ്മൾ ട്രിവാൻഡ്രം തകരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ജിടെക്കിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ബ്രാൻഡിങ്ങിലാണ് ഒരു ഡൗട്ട്. ബ്രാൻഡിങ്ങിൽ അവരുടെ ഒരു ലോഗോ അല്ല, കറക്റ്റ് ലോഗോ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സംഭവം നല്ല ക്വാളിറ്റിയിലാണ്. ബ്ലാക്ക് PCBയിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹെവി ആയിട്ടുള്ള സബ് ബൂഫറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. നമ്മുടെ സബ് ബൂഫർ സെക്ഷൻ നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ടല്ലോ, ഒരു അത്യാവശ്യം പവർഫുള്ളായിട്ട് ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സബ് ബൂഫർ സെക്ഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് വാങ്ങിയത്. 590 ആ ഒരു റേഞ്ചാണ് പ്രൈസ് വന്നത്. ട്രിവാൻഡ്രം തകരപ്പറമ്പിൽ ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, രോഹിണി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ സബിന് സെക്ഷനിൽ ഇതും അതുപോലെ തന്നെ 2 ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു ബോർഡുമാണ് നമ്മൾ ഇടുന്നത്. രണ്ടും 30 ആംപിയറിൻ്റെ റിലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടാണ്. എൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ജിടെക് ഓഡിയോസിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, സിംഗിൾ ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഇതൊന്ന് റിവ്യൂ ചെയ്യുകയാണ്. നോക്കുമ്പോൾ നമുക്ക് 1 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ജിടെക് അവരോട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ ജിടെക് തന്നെ ആകാനാണ് ചാൻസ്. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നവരുടെ ലോഗോയിൽ ചിലൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, ബാക്കി ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെയാണ്. ഇനിഷ്യലി നല്ല ക്വാളിറ്റി ഉള്ളൊരു PCBയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കണക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ 12 വോൾട്ട് DC കൊടുക്കുക, ഗ്രൗണ്ടും 12 വോൾട്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ ഇൻപുട്ട് നമ്മുടെ സബ് ബൂഫർ ബോർഡിൽ നിന്ന് വരുന്ന സ്പീക്കർ ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക, നമ്മുടെ സ്പീക്കർ സോക്കറ്റിലേക്കുള്ള ഔട്ട്പുട്ട് ഇവിടുത്തെ എടുക്കുക. കണക്ഷൻ കഴിഞ്ഞു. ഇവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓൺ ആയെന്ന് കാണിക്കാനുള്ളൊരു LED ഇവിടെ വന്നിട്ടുണ്ട്. 30 ആംപിയറിൻ്റെ റിലേ ആണ് ഇവരിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള റിലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വലിയ ഭാരമൊന്നുമില്ല. നമ്മുടെ ജിടെക്കിൻ്റെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് PCBയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട് ഉള്ളപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ബോർഡിൽ നിന്ന് എന്തെങ്കിലും DC എല്ലാം കയറി വരികയാണെങ്കിൽ സ്പീക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജിടെക്കിൻ്റെ ലോഗോ നോർമലി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അവർ വേറെ വ്യത്യാസം വന്നതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു ഡൗട്ട് നോർമലി ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 7812 കാണാൻ കഴിയും റെഗുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്, 12 വോൾട്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് സ്റ്റാർട്ടർ, ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട്. നമ്മുടെ സബ് ബൂഫറിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് സിംഗിൾ ചാനൽ. ഇത് നമ്മുടെ 2 ചാനലിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്. ഇത്രയായിരിക്കും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പ്രൊട്ടക്ഷൻ സൈഡ് വരുന്നത്. ഇത്രയും ബോർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിഫയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് എന്തിനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പീക്കറിലേക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്ററോ മോസ്ഫെറ്റോ ഏതാണോ അത് ഷോർട്ടായി സ്പീക്കറിലേക്ക് DC വന്ന് സ്പീക്കർ പോഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിക്കുക. അങ്ങനെ DC കയറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിലേ കട്ടാവും. ഒരു സർക്യൂട്ട് അവിടെ ബ്രേക്കായിട്ട് അതിലേക്ക് പിന്നെ സപ്ലൈ പോവില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ആംപ്ലിഫയറിന് കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. അത് വളരെ ഉപകാരമാണ്. നമ്മൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ അറിയാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറും അതുപോലെ തന്നെ ബോർഡും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറും പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. വലിയൊരു നഷ്ടം നമുക്കുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ബോഡി നമുക്ക് ആ ഒരു നഷ്ടം നമുക്ക് ലാഭിക്കാൻ പറ്റും. നഷ്ടത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നതിന് ഈ ഒരു ബോർഡ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് വെക്കുന്നത് നല്ലതാണ്. 590 രൂപയാണെന്ന് തോന്നുന്നു, കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല. ഇത് നമ്മൾ 200 വാങ്ങിയത്. അപ്പം ഇത് റിവ്യൂ ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് കണക്ഷൻസ് കൊടുത്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇത്ര സെക്കൻഡിലേക്ക് ഒരു ഡിലേ വന്നിട്ടാണ് സ്പീക്കർ ഓൺ ആവുക. അത് മാത്രമല്ല, നമ്മളൊരു ആംപ്ലിഫയർ ഓൺ ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ബോർഡ് ആണെങ്കിൽ ആംപ്ലിഫയർ ആണെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ ടപ്പെന്നൊരു സൗണ്ട് കേൾക്കും. അത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു DC നമ്മുടെ ബോക്സിലേക്ക് കയറി ചെല്ലും. കണ്ടിന്യൂസ് ചില വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഊഫറുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. STK പോലത്തെ അല്ലെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടൊക്കെ ഉള്ള നമ്മൾ ബോർഡ് ആംപ്ലിഫയറുകളാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്രയും ലോഡ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്പീക്കർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് ഉണ്ടെങ്കിൽ അതിനൊരു ഡിലേ ഉണ്ടാവും. ആംപ്ലിഫയർ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു
ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടാവില്ല. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സ്പീക്കർ ഓൺ ആവുക. അതുകൊണ്ട് ആ ഒരു ടപ്പ് എന്നുള്ള സൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ജിടെക്കിൻ്റെ സിംഗിൾ ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പെട്ടെന്ന് ചെയ്തത്. ഈ ഒരു ബോർഡ് വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ആ ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ സൈഡിൽ ലഭിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. നമ്മൾ റാൻഡമായിട്ട് എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളവർ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.